പാചകവാതക ക്ഷാമം നേരിട്ടതോടുകൂടി വലിയ ഒരു പ്രതിസന്ധിയിലൂടെയാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് മേഖല കടന്നുപോകുന്നത്. സംസ്ഥാനത്തെ ഏതാണ്ട് 80%-ലധികം ഹോട്ടലുകൾ ഇതിനോടകം തന്നെ അടച്ചുപൂട്ടി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മിക്ക ഹോട്ടലുകളുടെയും ഇത്തരമൊരു നോട്ടീസാണ് കാണാൻ സാധിക്കുന്നത്. ക്ലോസ്ഡ് ഡ്യൂ ടു LPG ഷോർട്ടേജ് എന്നുള്ളതാണ് ആ നോട്ടീസിൽ പറയുന്നത്. എന്താണെങ്കിലും മുൻപ് ഒരിക്കലും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ ഇവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എത്രയും വേഗം ഈ ഒരു പ്രതിസന്ധിക്ക് ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തുറന്നു പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾ കൂടി അടച്ചിട്ടുകൊണ്ട് ഈ മാസം 23-ാം തീയതി ഒരു പണിമുടക്കിലേക്ക് കടക്കുമെന്നുള്ളതാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള N പ്രതീക്ഷ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. കഴിഞ്ഞ കോവിഡ് കാലത്തും പ്രളയകാലത്തും പോലും നേരിടാത്ത ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ സംസ്ഥാനത്തെ ഹോട്ടലുകൾ നേരിടുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 10 ദിവസമായി ഹോട്ടൽ മേഖല തികച്ചും സ്തംഭനാവസ്ഥയിലാണ്. ഏതാണ്ട് ഇന്നത്തെ ഒരു കണ്ടീഷനിൽ 80% ഹോട്ടലുകൾ കേരളത്തിലാകെ അടഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. മിച്ചം തുറന്നിരിക്കുന്ന കടകൾ പോലും വിറകുകൾ ഉപയോഗിച്ചും അത്യാവശ്യം മറ്റു മാർഗ്ഗങ്ങളിലൂടെ ഇലക്ട്രിക് സംവിധാനത്തിലൂടെയൊക്കെ മെനു കുറച്ചാണ് തങ്ങളുടെ തൊഴിലാളികളെ നിലനിർത്താൻ വേണ്ടി മാത്രമായി കച്ചവടം ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ വരുന്ന തിങ്കളാഴ്ച ഇതിനെതിരെ ശക്തമായൊരു പ്രതിഷേധ സമരം എന്ന നിലയിൽ ഞങ്ങൾ സംസ്ഥാനത്തെ മുഴുവൻ ഹോട്ടലുകളും അടച്ചിട്ടുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ ഒരു സൂചനാ പണിമുടക്ക് നടത്തുകയാണ്. ഒപ്പം നാളെ വ്യാഴാഴ്ച അമ്പലമുകളിലുള്ള ബോട്ട്ലിംഗ് ബാൻഡിലേക്കും ഒരു സമരം ഞങ്ങൾ പ്ലാൻ ചെയ്യുകയാണ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള 30% തൊഴിലാളികൾ, ഏതാണ്ട് 70% തൊഴിലാളികളും പോയി കഴിഞ്ഞു. 30% തൊഴിലാളികൾ, അതിൽ പലരും കുടുംബമായിട്ട് ജീവിക്കുന്നവരുണ്ട്. അന്യസംസ്ഥാന തൊഴിലാളികളുടെ കാര്യമാണ് പറയുന്നത്. അതിൽ പലരും കുടുംബമായിട്ട് ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ ഇവർക്കുള്ള ശമ്പളം ഞങ്ങൾക്ക് കൊടുക്കുവാനേ സാധിക്കില്ല. ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നു. ഒപ്പം ഇവർക്ക് ഭക്ഷണം നൽകണ്ടേ? അവരും മനുഷ്യജീവനല്ലേ, അവരെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഇവർക്ക് നൽകാനുള്ള ഭക്ഷണം പാചകം ചെയ്യാനുള്ള സിലിണ്ടർ പോലും നമുക്ക് അവൈലബിൾ ആകുന്നില്ല. ഇന്ന് തന്നെ ഇപ്പം കോട്ടയം കളക്ടറേറ്റിൽ ഞങ്ങൾ വന്നിരിക്കുന്നത് പുതിയൊരു ഒരു ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് വന്നതാണ്. എല്ലാവരും രജിസ്റ്റർ ചെയ്യണമെന്ന് ഫേസ്ബുക്കിലും മറ്റേ ഇതിലുമൊക്കെ വന്നതിനടിസ്ഥാനത്തിൽ അതിൻ്റെ സത്യാവസ്ഥ നിജസ്ഥിതി നേരിട്ട് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ്. ഇന്നിപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഉച്ച കഴിഞ്ഞോടുകൂടി ഒരു പാസ്വേഡും ഇതും വരും. എന്നിട്ട് ജില്ലാ സപ്ലൈ ഓഫീസറുടെയും കളക്ടറുടെയും കൂടുന്ന ഒരു യോഗത്തിൽ അവർ നോട്ട് ചെയ്ത് ആവശ്യകത അനുസരിച്ച് റേഷൻ പോലെ കൊടുക്കാമെന്നാണ്. പക്ഷേ അതൊന്നും എത്രത്തോളം പ്രാക്ടിക്കലാണെന്ന് അറിയത്തില്ല. ഈ ഇലക്ഷൻ സമയത്ത് ജില്ലയിലെ ഹോട്ടലുകളിൽ നിന്ന് വരുന്ന ഇത് നോട്ട് ചെയ്തിരിക്കാനും അതിനൊക്കെ ഇവിടെ സമയം കാണുമോ ഉദ്യോഗസ്ഥർക്ക്? അല്ലെങ്കിൽ തന്നെ അത് എത്രത്തോളം കൊടുക്കാൻ സാധിക്കും? അപ്പോൾ അത്രയും ഒരു പ്രശ്നങ്ങൾ ഇവിടെ നേരിടുന്നതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഉടനടി തന്നെ ഇവിടെ അവൈലബിൾ, നമുക്കറിയാം ഇതൊരു അന്താരാഷ്ട്ര പ്രശ്നമാണ്, ഇതൊക്കെ ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷേ അവൈലബിളായ കുറ്റി ഇതിനനുസരിച്ച് കൃത്യമായി ഡിസ്ട്രിബ്യൂഷൻ നടത്തി ഈ മേഖലയെ നിലനിർത്താൻ ഞങ്ങളെ സഹായിക്കണം. കാര്യം ഈ വയനാട് ദുരന്തമുണ്ടായപ്പോഴും പ്രളയമുണ്ടായപ്പോഴും അന്നൊക്കെ ഒരു അവശ്യ സർവീസ് എന്ന നിലയിൽ കേരള സമൂഹത്തോട് വളരെയധികം പ്രതിബദ്ധതയോടുകൂടി കൂടിച്ചേർന്ന് പ്രവർത്തിച്ച ഒരു സംഘടനയാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനും അതിലെ അംഗങ്ങളും. അപ്പോൾ ഞങ്ങൾക്കൊരാവശ്യം വരുമ്പോൾ ഞങ്ങളുടെ ഒരു ബുദ്ധിമുട്ട് കാലത്ത് സർക്കാർ ഞങ്ങളോട് കനിയണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഈ തൊഴിലാളികൾ പകുതിയിലധികം ആളുകളും അവരുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോയി. അതൊരു വലിയ പ്രതിസന്ധി തന്നെയാണല്ലേ? SIR-മായി ബന്ധപ്പെട്ട ഒരു 70% തൊഴിലാളികളും മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. മിച്ചമുള്ള ഒരു 30% തൊഴിലാളികൾ പോലും ഒരു കടകളിൽ ഇപ്പോൾ ഇല്ല. അപ്പോൾ അവരെ പിടിച്ചു നിർത്തുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. കാര്യം ശമ്പളമില്ലെങ്കിൽ അവർ പോകും. ശമ്പളം ഒന്നാമത്തെ പരിഗണന. 2, കൃത്യമായ ഭക്ഷണം അവർക്ക് ഇതുവരെ നൽകിയിരുന്നത് പോലെ തന്നെ കൃത്യമായ ഭക്ഷണം അവർക്ക് പലയിടത്തും അവരുടെ കുടുംബങ്ങളുമുണ്ട്, ആ കുടുംബങ്ങൾക്കും കൊടുക്കണം. പിന്നെ പലരും അവരുടെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അവരുടെ കുട്ടികൾക്കൊക്കെ പരീക്ഷാ സമയമാണ്. അപ്പോൾ ആ പരീക്ഷ കഴിയാതെ അവർ പോകാനും പറ്റില്ല. അപ്പോൾ അത്രയും കാലം അവരെ കൊടുക്കണമെങ്കിൽ ഞങ്ങൾ എവിടുന്ന് പാചകം ചെയ്ത് ഗ്യാസ് എവിടുന്ന് ലഭിക്കും? ഇവർക്ക് ആഹാരം പാചകം ചെയ്യണേ, അതും ഒരു പ്രതിസന്ധി തന്നെയാണ്, വലിയ പ്രതിസന്ധി തന്നെയാണത്. ഈ വായ്പ എടുത്ത് ഹോട്ടലുകൾ തുടങ്ങിയ ഉടമകൾ നിങ്ങൾക്കിടയിൽ ഉണ്ടാവും. അവരും ഒരു വലിയൊരു ബുദ്ധിമുട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വായ്പ എടുത്ത് കച്ചവടം നടത്തുന്ന ഹോട്ടൽ ഉടമകളാണ് കൂടുതലുമുള്ളത്. അപ്പോൾ ഈ മാർച്ച് മാസത്തിലും ഒക്കെ ഇപ്പോൾ ഉദാഹരണമായിട്ട് GSTയുടെ റിട്ടേൺ വരുന്നു, അത് നമ്മൾ കളക്ട് ചെയ്ത പൈസയാണ് അടയ്ക്കണം. ഇതെല്ലാം കൂടെ വരുമ്പോൾ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് ഇത് പോവുകയാണ്. ഞങ്ങൾ കടക്കാരോട് പറഞ്ഞത് ചെറിയ രീതിയിലെങ്കിലും കടകൾ നടത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിന് പ്രധാനപ്പെട്ട കാര്യം അനധികൃത വ്യാപാരശാലകൾ വഴിയോരങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും. പിന്നീട് ഈ പ്രതിസന്ധി കഴിയുമ്പോൾ ഇവരെ മാറ്റുക എന്നുള്ളത് അസാധ്യമായി മാറും. അപ്പോൾ അതും ഒരു വലിയ ഘടകം തന്നെയാണ്. അപ്പോൾ ഏത് വിധേനയും പിടിച്ചു നിൽക്കാൻ തന്നെയാണ് കടക്കാരോട് നമ്മൾ ബദൽ മാർഗ്ഗം ഉപയോഗിച്ച് പിടിച്ചു നിൽക്കുക. പക്ഷേ അതിനൊരു പരിധിയുണ്ട്. എത്ര നാൾ ഇങ്ങനെ ചെയ്യാൻ പറ്റും? എത്ര നാൾ മെനു കുറച്ച് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ ഇട്ട് കടമെടുത്ത് ലോൺ എടുത്ത് ഞങ്ങൾക്ക് ഇത് നടത്തുവാൻ പറ്റും? അതൊരു വലിയ പ്രതിസന്ധി തന്നെയാണ്. അപ്പം ഈ ഒരു പ്രതിസന്ധി എപ്പോൾ അവസാനിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. അത്തരം ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അവസാനിക്കുന്നതിനെ പറ്റി നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ നിത്യേന മാധ്യമങ്ങളിൽ കൂടി അറിയാൻ കഴിയുന്നത് ഉടനെങ്കിലും കഴിയില്ല, തീരില്ല എന്ന് തന്നെയല്ലേ. അപ്പം അതിന് ബദലായിട്ടാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതുപോലെ തന്നെ ബദൽ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇത് പ്രവർത്തിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോലെ പഴയ കാലത്തൊക്കെ പറഞ്ഞാൽ മിക്കവാറും എല്ലാ ഹോട്ടലുകൾക്കും ഈ വിറകടുപ്പ് ഉപയോഗിക്കാനുള്ള ചിമ്മിനിയും മറ്റ് സംവിധാനങ്ങളും സ്ഥല സൗകര്യങ്ങളും ഉണ്ടായിരുന്നു.
ഇന്നിപ്പോൾ വന്നിരിക്കുന്ന പ്രശ്നം എന്ന് വെച്ചാൽ മിക്കവാറും എല്ലാ ഹോട്ടലുകളും ഒരു ഷട്ടറിലോ അല്ലെങ്കിൽ 2 ഷട്ടറിലോ 100, 200, 300 സ്ക്വയർ ഫീറ്റിൽ ഗ്യാസ് ഉപയോഗിച്ചാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെവിടെ കൊണ്ട് വെച്ച് ഇത് വിറക് എത്തിക്കാൻ പറ്റും? ഇൻ കേസ് നമ്മൾ പലരും ആഹ്വാനം ചെയ്യുന്നുണ്ട്, നിങ്ങളത് നിർത്താതെ എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണം, ഉപജീവനമല്ലേ, കൂടെ ഉള്ളവർക്കും ജീവിക്കണ്ടേ എന്നുള്ളൊരു സാമൂഹ്യ പ്രതിബദ്ധതയും കൂടെ ഭാഗമായിട്ടും കൂടിയാണ് നമ്മൾ പ്രവർത്തിപ്പിക്കുന്നത്. പക്ഷേ അന്നേരവും ഒരു പ്രശ്നം വെച്ചാൽ പലർക്കും ഒരു വിറകടുപ്പ് കത്തിക്കാനോ അല്ലെങ്കിൽ ആ വെളിയിൽ വെച്ച് പാചകം ചെയ്യാനോ, ഇനി അഥവാ നമ്മൾ വിറകടുപ്പ് കത്തിച്ചു കഴിഞ്ഞാൽ വരുന്ന പ്രശ്നം ഈ പൊല്യൂഷൻ, പുകയും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ സമീപത്ത് പ്രവർത്തിക്കുന്ന മറ്റ് സ്ഥാപനങ്ങൾക്കും വീടുകളുണ്ട് അവർക്കും ഒക്കെ വലിയ പ്രശ്നമാവും. സ്കൂളുകളുണ്ട്, അവർ അത് സമ്മതിക്കത്തില്ല. നമുക്കറിയാമല്ലോ, പുക ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു കടലാസ് കത്തിച്ചാൽ തന്നെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാകുന്നത്. അപ്പോൾ അതും ബുദ്ധിമുട്ടാണ്. നമ്മുടെ പല സ്ഥാപനങ്ങളും ബദൽ മാർഗം എന്ന നിലയിൽ ഉള്ള സൗകര്യങ്ങൾ വെച്ചിട്ട് ഈ വിറകടുപ്പ് ഉപയോഗിച്ച് പാചകം ചെയ്യാനുള്ള ശ്രമം നടത്തി. പക്ഷേ ഒരു 2 ദിവസമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. 3-ാമത്തെ ദിവസം ആയപ്പോഴേക്കും മൊത്തം പരാതിയായി. പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും ഒക്കെ പരാതി കൊടുത്തു ആൾക്കാർ. അവർക്കും അറിയാം ഇവർ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നത്. പക്ഷേ അവരെങ്ങനെ പുക ശ്വസിച്ചിരിക്കും? തൊട്ടടുത്തുള്ള സ്ഥാപനങ്ങളിൽ ഇരിക്കുന്നവർ അല്ലെങ്കിൽ വീടുകളിലുള്ളവർ, പ്രായമുള്ള ആൾക്കാരും ഒക്കെ ഇരിക്കുന്നെങ്കിൽ അവരൊരിക്കലും സമ്മതിക്കില്ല. അപ്പോൾ അതും ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ്. ഫുഡ് സേഫ്റ്റി ആക്ട് വന്നതിന് ശേഷം കേരളത്തിലെ ഭൂരിഭാഗം കിച്ചണുകളും മോഡേണൈസ് ചെയ്തു. ഇനി അതൊന്നും തിരിച്ച് വിറകിലേക്ക് കൊണ്ടുപോകാനുള്ള സ്ഥലപരിമിതി അല്ല അതിൻ്റെ ഒരു വ്യത്യാസം വരുത്താനുള്ളതെന്നൊക്കെ പറയുന്നതൊന്നും പ്രാക്ടിക്കലായ കാര്യങ്ങളല്ല. പിന്നെ സ്ഥലമുള്ളവർ മാത്രമാണ് വെളിയിലൊക്കെ വിറകടുപ്പിട്ട് അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കടകൾക്കും ഇത് സാധ്യമല്ല. അപ്പോൾ ഇത് എങ്ങനെയും ഈ പ്രതിസന്ധിയെ അതിജീവിക്കണം എന്നൊരൊറ്റ ലക്ഷ്യം അല്ല, അംഗങ്ങളെ ഒറ്റക്കെട്ടായി കൂട്ടിയിണക്കി അവർക്ക് പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി തന്നെയാണ് സംഘടന ഇതുവരെ ശ്രമിച്ചത്. പക്ഷേ ഇനിയിപ്പോൾ അത് മുന്നോട്ട് പോവുക വളരെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ തിങ്കളാഴ്ച ഒരു സൂചനാ പണിമുടക്കും നാളെ അമ്പലമുകൾ പ്ലാന്റിലേക്ക് ഒരു പ്രതിഷേധ ധർണയും നടത്തിക്കൊണ്ട് ഞങ്ങളുടെ പ്രതിഷേധം സമൂഹത്തോട് അറിയിക്കുന്നത്. തുറന്നു പ്രവർത്തിക്കുന്ന കടകൾ പോലും തൊഴിലാളികളെ പിടിച്ചു നിർത്താൻ വേണ്ടി മാത്രം തുറന്നു പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഹോട്ടൽ ഉടമകൾ പറയുന്നത്. ഈ ഒരു പ്രതിസന്ധിക്ക് എത്രയും വേഗം ഒരു പരിഹാരം കാണണമെന്നാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് ഉടമകളുടെ സംഘടന ആവശ്യപ്പെടുന്നത്. കോട്ടയത്തു നിന്നും ക്യാമറാമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.